ദൈവത്തിന് മഹത്വം. ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു ദിവസവും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ വഴി നടത്തുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാനാകുന്നത് കൃപയാലാകുന്ന എന്നോട്ടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിലേക്ക് നമ്മളെ ഒരുക്കി എടുക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്നത് എനിക്ക് അത്യന്തപരമായിട്ടാണ് ദൈവം നമ്മുടെ മേൽ പകരുന്നത് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കൃപ വ്യർത്ഥമായി പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ സാഹചര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും നടുവിൽ സ്വയത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി കേൾപ്പാൻ വേഗതയും സംസാരിപ്പാൻ സാവധാനവും കോപത്തിന് താമസമുള്ള വ്യക്തിത്വങ്ങളായിത്തീരും. കാരണം മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിറവേറ്റുന്നില്ല എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ നയിക്കപ്പെട്ടുകൊണ്ട് കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇരമ്യാവ് പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 23-ഉം 24-ഉം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-ഉം 24-ഉം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇവിടെ മതി, ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവ അരുളപ്പാട്, യഹോവയുടെ അരുളപ്പാട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചത് അവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യപ്പോഴും തൻ്റെ സ്വയത്തിലും ജ്ഞാനത്തിലൊക്കെ പ്രശംസിക്കും. ധനമുള്ളവൻ ധനത്തിൽ പ്രശംസിക്കും, ശക്തിയുള്ളവൻ അതിൽ പ്രശംസിക്കും, അധികാരമുള്ളവൻ അധികാരത്തിൽ പ്രശംസിക്കും. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്വയത്തിലോ അല്ല നമ്മൾ ഊറ്റം കൊള്ളേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കാരണം ആദാമി പാപപ്രകൃതം ഓരോ വ്യക്തികളെയും സ്വയത്തിലേക്കും തന്നെത്താൻ ഉയർത്തുവാനുമൊക്കെ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക, അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. തന്നെത്താൻ ഉയർത്തുന്നതിനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവന് ഉയർത്തപ്പെടും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയും, യഹോവ പ്രകാരം ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ജ്ഞാനം ഉണ്ടെങ്കിൽ ഇത് ദൈവമാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിക്ക് ജ്ഞാനം നൽകുന്നത്. ദൈവം നൽകിയതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, അതിശയം ഭയങ്കരമായ ദൈവം നമ്മളെ സൃഷ്ടിച്ച അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ കണ്ടു. ആ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ വിളിയാൽ വിളിച്ചു വേർതിരിച്ചു. അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി സ്വയത്തിലല്ല പിന്നെ പ്രശംസിക്കുന്നത്, മറിച്ച് ദൈവമാണ് എനിക്കുള്ളതെല്ലാം, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുവാനും ആ തിരിച്ചറിവ് എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുവാൻ സഹായിക്കും. അതാണ് പറഞ്ഞത്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. അടുത്ത് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ബലവാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വസ്തുവകകളും സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉള്ളവർ എപ്പോഴും സ്വയത്തിലാണ് ആശ്രയിക്കുന്നത്. ഒരു സാഹചര്യം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. എന്നാൽ ദൈവജനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതല്ല, നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. അപ്പോൾ ബലവാൻ തൻ്റെ ബലത്തിലല്ല പ്രശംസിക്കേണ്ടത്, മറിച്ച് എന്നിലുള്ള എൻ്റെ ബലവും എൻ്റെ ജീവശ്വാസവും എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ, ആ തിരിച്ചറിവിലാണ് ഒരു വ്യക്തി പൂർണ്ണമായും ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്കുള്ള ഒരു തിരിവ് സംഭവിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ ഇവിടെ പറയാണ്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കും. അടുത്തത് ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. അടുത്തത് ധനമാണ്. ദൈവജനത്തിൽ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ വസ്തുവക ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരതിലല്ല പ്രശംസിക്കേണ്ടത്. കാരണം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന പോലെയാണെന്ന് ദൈവജനം പറയുന്നുണ്ട്. കാരണം ധനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിന് നടുവിലും ആ വ്യക്തി ആ ധനത്തിലാണ് ആശ്രയിക്കുന്നത്, ദൈവത്തിലല്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിനടിയിലും കർത്താവിൽ ആശ്രയിക്കണം. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെട്ടും കൊണ്ട് ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളർന്നു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, സമ്പത്തുള്ള ഒരു ധനവാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പിന്നെ പറയാണ്, പ്രശംസിക്കുന്നവനോ യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും
ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ആ വാക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്നെ ഗ്രഹിച്ചറിയുക. ഇന്ന് പലർക്കും കർത്താവിനെ കുറിച്ചറിയാം, പക്ഷേ ഏറുപങ്കാളുകൾക്ക് കർത്താവിനെ അറിയത്തില്ല. കർത്താവിനെ അറിയണമെങ്കിൽ ഗ്രഹിച്ചറിയണമെങ്കിൽ അതൊരു ബന്ധത്തിൽ കൂടി മാത്രമേ കർത്താവ് ആരാണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ കർത്താവുമായിട്ട് ഏകാത്മാവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരൊത്തിട്ടല്ലാതെ നടക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുമ്പോഴാണ് ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്താണ്, ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു സാഹചര്യത്തിന് നടുവിൽ നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, പ്രതികരിക്കേണ്ടത്, സംസാരിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം, നമ്മുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും, ബന്ധം എങ്ങനെയായിരിക്കും, ഇതൊക്കെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ ഗ്രഹിച്ചറിയണം. ഗ്രഹിച്ചറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുമ്പോഴാണ് ദൈവഹിതം എന്താണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ കാണുന്ന യേശുവിനെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തി ആയിത്തീരുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ് പ്രശംസിക്കുന്നവന്. അപ്പോൾ നമുക്ക് പ്രശംസിക്കാം. അതെങ്ങനെയാണ് പ്രശംസിക്കുന്നത്? യഹോവയായ ഞാൻ എന്ന് പറഞ്ഞ സകലത്തിൻ്റെ ഉടയവനായ ദൈവം ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവമാണ് ഈ ഭൂമിയിൽ സകലത്തെയും നിയന്ത്രിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മളൊരു മുടി പോലും താഴെ വീഴുന്ന ദൈവം അറിയുന്നു. 2 കാശിന് 3 കുരുകിലുകളെ വിൽക്കുന്നില്ല, അവയിൽ ഒന്നുപോലും എൻ്റെ സ്വർഗ്ഗസ്വനായ പിതാവ് അറിയാതെ നിലത്ത് വീഴുന്നില്ല. സകല പക്ഷി മൃഗാദികൾക്കും അതതിൻ്റെ ഭക്ഷണം അതതിൻ്റെ സമയത്ത് കൊടുക്കുന്ന ദൈവം, അല്ലേ? സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഉളവാക്കിയവനും ശക്തിയുള്ള വചനത്താൽ നിയന്ത്രിക്കുന്നവനുമായ ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം ഒരു വ്യക്തി ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഒരിക്കലും തൻ്റെ കഴിവുകളിലോ സ്വയത്തിലോ ധനത്തിലോ ഒന്നും പ്രശംസിക്കത്തില്ല. മറിച്ച് ദൈവമാണ് സകലത്തെയും വാഴുന്നത്, ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മഹത്വം അത് എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുവാനും, ആ ഒരു തിരിച്ചറിവ് എത്രത്തോളം ആഴത്തിലോട്ട് പോകുന്നു അത്രത്തോളം ആ വ്യക്തി ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കും. ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തും. അപ്പോൾ ഇത് കുറിച്ചറിയുന്നതും ദൈവത്തെ അറിയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. ഈ നാളുകളിൽ ഏറുപങ്ക ആളുകൾക്കും കർത്താവിനെ കുറിച്ചാണ് അറിയുന്നത്. വീണ്ടും ജനം പ്രാപിച്ചു എന്ന് പറയുന്ന വ്യക്തികൾക്ക് പോലും ഈ ദൈവമായിട്ടൊരു ബന്ധത്തിൽ നടക്കാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. അങ്ങനെ വരുന്നതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. അപ്പോൾ കർത്താവിനെ ഗ്രഹിച്ചറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും ഒന്നായി ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവവചന അനുസരണത്തിൽ കൂടി നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ദൈവവചനത്തിൽ നിന്നും ഇടത്തോട്ട് വലത്തോട്ട് മാറാതെ ആയിരിക്കും ജീവിക്കുക. മാത്രമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് മാത്രമായിരിക്കും ചെയ്യുക. കാരണം ഇത് 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ചെയ്യേണ്ട കാര്യമല്ല. കർത്താവിൻ്റെ വരവ് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. നമ്മൾ ഗ്രഹിച്ചറിയുന്ന ഒരു അനുഭവത്തിലാണോ അതോ കുറിച്ചറിയുന്ന അനുഭവത്തിലാണോ എന്നുള്ളത് നമ്മൾ നോക്കുക. നമ്മൾ കുറിച്ചറിയുന്ന ഒരു അനുഭവമാണെങ്കിൽ അതിന് മാറി നമ്മളെ തന്നെ സറണ്ടർ ചെയ്യണം. ഈ കർത്താവ് നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടക്കണം. നമുക്കറിയാം യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടെന്ന്. പക്ഷേ ആ 12 ശിഷ്യന്മാരിലും ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും. ആ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെയാണ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണാനൊക്കെ ഇടയായിത്തീർന്നത്. അപ്പോൾ നമ്മളും ഈ ഗ്രഹിച്ചറിയുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറണം. കർത്താവ് പറഞ്ഞല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. കാരണം ഈ നാളുകളിൽ വിശ്വസ്തന്മാരും വിശുദ്ധിയിൽ ജീവിക്കുന്നവരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ചെറിയൊരു ശേഷിപ്പാണ് ഉള്ളതെന്ന് ദൈവത്തിന് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ചെറിയ ശേഷിപ്പിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ആ ചെറിയ ആട്ടിൻകൂട്ടത്തിൽ തന്നെ ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയാണ് പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മളുടെ മറ്റൊരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ദയ, ന്യായം, നീതി. ദൈവം അതാ പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ മക്കളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ്. ദയുള്ളൊരു ഹൃദയത്തിനോടൊപ്പം മറ്റുള്ളവരുടെ വേദനകളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറണം. ഹൃദയ കാഠിന്യമല്ല, മറിച്ച് കർത്താവിൻ്റെ നമ്മൾ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു കർത്താവ് മനസ്സലിഞ്ഞു. നമ്മൾ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു എന്തിനാ മനസ്സലിയേണ്ട കാര്യം, എന്തിനാ അങ്ങനെ മനസ്സലിയേണ്ട ആവശ്യമൊന്നും യേശുവിനില്ലല്ലോ. യേശുവിൻ്റെ കൂടെ വചനം കേട്ട അതിൻ്റെ
മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 9-ാം അധ്യായം 36-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ, അവൻ പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം. മനസ്സലിഞ്ഞ്, അത് അത്ര മതി കേട്ടോ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. വേറൊരു ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, അവർ എൻ്റെ കൂടെ ഇപ്പോൾ 2-3 ദിവസമായി അവരെന്നോട് കൂടിയിരിക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനായിട്ട് നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും പറയുന്ന വാക്ക് എന്ന് പറയുന്നത് കർത്താവ് അവരെ കണ്ട് മനസ്സലിഞ്ഞ ആ കർത്താവ്. ഇത് പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളും കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലും ഈ ദയുള്ള, നമ്മളിവിടെ അതാണല്ലോ ഇവിടെ വായിച്ച ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്, പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയ, ന്യായം, നീതി, 3 കാര്യം പറഞ്ഞത്, ദയ, ന്യായം, നീതി. അപ്പൊ ദയ എന്ന് പറയുന്ന ഒരു ഹൃദയം കാഠിന്യമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദയ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ദൈവജനം പറഞ്ഞത്, ഞാൻ നിന്റെ കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായ ഒരു ഹൃദയം തരുന്നു, ഞാൻ എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിലാക്കും. മനം തയമ്പിച്ച ഒരു വ്യക്തിത്വത്തിന് ഒരിക്കലും ദയ ഉണ്ടാവത്തില്ല. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ അതിന്റെ 32-ാം വാക്യം, എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു, അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയിട്ടോ. മനസ്സലിവ് തോന്നുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല, അവർ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു എന്ന് പറഞ്ഞാൽ, വചനം തന്നു, വചനം കൊടുത്തു, അവരല്ലേ വന്നത്, അന്വേഷിച്ച് വന്നതല്ലേ, അവർക്ക് വചനമാണ് വേണ്ട, വചനം ഞാൻ കൊടുത്തു, സൗഖ്യം കൊടുത്തു, ഭക്ഷണം വേണമെങ്കിൽ അവരെവിടെയെങ്കിലും പോയി കഴിക്കട്ടെ എന്നുള്ളൊരു മനസ്സല്ല. അതാണ് ഒരു ദയുള്ള, ആർദ്രതയുള്ള, ഹൃദയ കാഠിന്യമുള്ള ഒരു വ്യക്തികൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത വരത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയം എപ്പോഴും നമ്മളോട് ഒരു ആർദ്രതയുള്ളതാണ്. അവൻ പറയണ്ട, 3 നാൾ എന്നോട് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അപ്പോൾ ഈ മനസ്സലിവുള്ള കർത്താവാണ് നമ്മുടെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് മനസ്സലിവുള്ളവനാണ്. ദയയില്ലാത്ത ഒരു വ്യക്തിക്ക് ദയയില്ലാത്ത ന്യായവിധി ഉണ്ടോ? കരുണ ന്യായവിധി ജയിക്കുന്ന ഒരു വാക്യമില്ലേ? കരുണ ന്യായവിധി ജയിക്കുന്നു. അപ്പോൾ കരുണ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം നമ്മളിലും ഉണ്ടായി വരണം. അത് ദൈവത്തിൻ്റെ വചനത്തെ അല്ലെങ്കിൽ ദൈവം ആരാണെന്ന് ഗ്രഹിച്ചും കൊണ്ട് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിൽ ദൈവത്തെ കുറിച്ചറിയുന്ന ഒരു അനുഭവത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു അനുഭവം ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന ഒരു ദൈവിക സ്വഭാവം നമ്മളിൽ ഉണ്ടായി വരത്തുള്ളൂ. 14-14 എന്ന് വായിച്ചേക്കും. മത്തായി 14:14. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. കേട്ടോ, ഇതിപ്പോ ഭക്ഷണത്തിന്റെ വിഷയമല്ല, രോഗികളെ കണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ വേദനകളെ കണ്ടവൻ മനസ്സലിഞ്ഞു എന്നായി പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഇപ്പൊ ഇങ്ങനെയുള്ളൊരു ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങളോ വേദനകളോ ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാകണം എന്നല്ല, മറ്റുള്ളവരുടെ വേദനകളെ. അതാണല്ലോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. യെശയ്യാ 53 വായിക്കുമ്പോൾ എന്ത് കാര്യത്തിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളത്? അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവത്തെ കുറിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഹൃദയം ഉണ്ടാവത്തില്ല. അത് പറയാനായി പറഞ്ഞത്. ദൈവത്തെ അറിയുന്ന കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. കർത്താവിൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ വേദനകളും ആവശ്യങ്ങളും വിഷമങ്ങളും മറ്റുള്ളവരെ കുറിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കുറിച്ചറിയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിനയ ജീവിതമാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷകന്മാർ, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ മുഴുവൻ ശുശ്രൂഷക്കാരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാം വ്യാജം ചെയ്യുന്നു, ബോട്ട് ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ നടുവിലാണ് ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് ഇരമ്യാവ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യെശയ്യാവ് 53 പറയാണ്, നോക്കി അതിൻ്റെ 4-ാം വാക്യം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നോക്കിയ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. എന്തിനങ്ങനെ വഹിക്കണേ? നമ്മുടെ രോഗങ്ങളെ വഹിച്ചത് കാരണം രോഗത്താൽ ഭാരപ്പെടുന്ന മനുഷ്യരെ കണ്ട് നേരത്തെ കണ്ടല്ലോ, മനസ്സലിഞ്ഞവൻ രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ രോഗം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും
കണ്ട് അതിൻ്റെ പിന്നിൽ പിശാചാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ പിശാചിൻ്റെ എല്ലാ അവകാശങ്ങളെയും താൻ ഏറ്റെടുത്ത് അവരെ സൗഖ്യം നൽകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. കണ്ടോ, അടുത്തത് നമ്മുടെ വേദനകളെ അവൻ കണ്ടോ, അടുത്തത് വേദനകളാണ്. മനുഷ്യന് പലവിധമായിട്ടുള്ള ശാരീരികവും മാനസികവും അല്ലെ ഒക്കെ ആയിട്ടുള്ള വേദനകളുണ്ട്. പല വേദനകൾ പലപ്പോഴും ഈ വേദനകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ളതും മറിഞ്ഞു കിടക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ പറയാണ് സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. കർത്താവ് അത് ചുമന്നു. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വേദനകളെ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നില്ല. കർത്താവ് ചുമന്നൊഴിച്ചിട്ടും ഇപ്പോഴും നമ്മളത് ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ ദൈവത്തിന് അതിലെന്തില്ല, പ്രസാദമില്ല. കണ്ടോ, ഇവിടെ പറയണ സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അടുത്തത്, നാമോ ദൈവം അവരെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചു വിളിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിളിക്കുന്നു. കണ്ടോ, ഇവിടെ പറയാണ് കേട്ടോ, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. അപ്പോൾ ഈ അതിക്രമങ്ങൾ നിമിത്തമാണ് കർത്താവ് മുറിവേറ്റത് എന്ന് ഗ്രഹിച്ചറിയുന്ന ഒരു വ്യക്തി ഇനി ഒരിക്കലും എന്ത് ചെയ്തില്ല, ഈ ഇവിടെ കണ്ടോ, അവനെ വീണ്ടും മുറിവേറ്റുന്ന അല്ലെങ്കിൽ വീണ്ടും കുരിശിലേറ്റുന്ന ഒരു വ്യക്തിത്വമായി ഒരിക്കലും ജീവിക്കത്തില്ല. മനസ്സിലായോ? പൗലോസ് പറയുന്നുണ്ടല്ലോ, അവരെ വീണ്ടും ക്രൂശിക്കുന്നവരാകരുത്. വീണ്ടും ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞതിന് അർത്ഥം? കർത്താവിനെ വീണ്ടും ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സംസാരങ്ങൾ, ഇടപെടലുകൾ, നടപ്പൊക്കെ ഈ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നതും കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ പല വ്യക്തികൾ പറയുന്ന പല കാര്യങ്ങൾ കൊണ്ട് എന്താ ചെയ്യുന്നത്, കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നു, ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ പറയണവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. അപ്പോൾ ഇനി ഒരിക്കലും നമ്മൾ കർത്താവിനെ ഇവിടെ പറഞ്ഞല്ലോ ഗ്രഹിച്ച് യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും നീതിയും ന്യായവും നടത്തുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ, ഇത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യം. ഗ്രഹിച്ചറിയാന്നാണ്. ഏഴ് ബംഗാളുകൾക്ക് ഇത് അറിയത്തില്ല. ഏഴ് ബംഗാളുകളുടെ ഒരു ജാതീയ ആചാരം പോലെ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. ഗ്രഹിച്ചറിയാന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന, അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. അപ്പോൾ അങ്ങനെ മാറുന്ന ഒരു വ്യക്തി ഇനി ഒരിക്കലും അതിക്രമം എന്ന് പറഞ്ഞാൽ വചനവിരുദ്ധമായിട്ട് ദൈവനാമം ദുഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു അതിക്രമം അവരിൽ നിന്നും ഉണ്ടാകത്തില്ല. അടുത്തത്, മുറിവേറ്റ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. കണ്ടോ, അപ്പോൾ അകൃത്യമാണ് കർത്താവിനെ തകർത്ത് കളഞ്ഞത്. നമ്മൾ പലപ്പോഴും അകൃത്യത്തിന് അധികം മൂല്യം കൊടുക്കാറില്ല. ഒരു ചെറിയൊരു കാര്യം, ചെറിയൊരു തെറ്റ്, ചെറിയൊരു നുണ, ചെറിയൊരു കള്ളത്തരം, ചെറിയൊരു വ്യാജം, ഇതാരും കാണാനാ, ആരും അറിയുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അകൃത്യമാണ് ഇവിടെ കർത്താവിനെ തകർത്ത് കളഞ്ഞത്. കാരണം അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തില്ല, ശക്തി പ്രാപിക്കത്തില്ല. അകൃത്യം ഇപ്പോഴും ഞാൻ പറയാനുള്ള അല്പം പുളിമാവ്, ചെറിയ ഒരു ഇത്, അത് ആ വ്യക്തിയെ മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടു. അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. ഒരു ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലത്തെ മുഴുവൻ നശിപ്പിക്കും. ഒരു ചെറിയ വിഷയം മതി, പെട്ടെന്ന് അത് ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്ത് അവൻ്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തി കളയുമെന്ന് ഒരു പങ്ക് ആളുകൾക്ക് ഇന്നും തിരിച്ചറിവില്ല. അപ്പോൾ ഇവിടെ പറയാണ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നുമിരിക്കുന്നു. കണ്ടോ, അകൃത്യം കർത്താവിനെ തകർത്ത് കളഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനെ തകർത്ത് കളയാൻ പ്രസാദം. തകർത്ത് കളയാന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള ഒരു തകർത്ത് കളയിലല്ലായിരുന്നു. ലോകത്തെ ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു മരണത്തിലേക്ക് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്താണ് ഈ തകർത്ത് കളയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, എൻ്റെ അകൃത്യത്താലാണ് യേശു കർത്താവ് ഇത്രയും വേദനാജനകമായിട്ടുള്ള ഒരു ക്രൂശ് മരണം വഹിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ അകൃത്യത്തിൽ ജീവിക്കത്തില്ല, മറിച്ച് അകൃത്യത്തിൽ നിന്നും വേർപെട്ടാ ജീവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അകൃത്യത്തിൽ ജീവിതം കഴിക്കത്തില്ല, അകൃത്യത്തിൽ നിന്നും തിരിയണം, അകൃത്യങ്ങളെ നീക്കിക്കളയണം. വചനവിരുദ്ധമായിട്ടുള്ള ഓരോ അകൃത്യങ്ങളും എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അങ്ങനെ നീക്കിക്കളയുന്ന ഒരു വ്യക്തിയിലാണ് ദൈവിക ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ സ്നേഹവും ദയുള്ള ഒരു ഹൃദയം ഉണ്ടാകുന്നത്. മനസ്സിലായോ? മനസ്സലിവുള്ള, മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ടൊക്കെ ഒരു വ്യക്തി മാറ്റപ്പെടുന്നത് ഈ പറയുന്നതിനാണ്. അടുത്ത് പറയാ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് സമാധാനത്തിലല്ലായിരുന്നു, നമ്മൾ ദൈവമായിട്ട് ശത്രുത്വത്തിലായിരുന്നു.
ദൈവമായിട്ട് അകന്നവരായിരുന്നു, മരണത്തിലായിരുന്നു, ദൈവമായിട്ടൊരു ബന്ധവും ഇല്ലാതിരുന്ന നമ്മളെ കർത്താവ് തൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിൽ കൂടി പിതാവായ ദൈവത്തോട് നമ്മളെ നിരപ്പിച്ച് നമ്മളെ സമാധാനത്തിലാക്കി. അപ്പോൾ ഈ സമാധാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു വലിയ ഒരു അവകാശമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ നേരത്തെ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചിരുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ, അല്ലേ? എന്താ, ഏത് സങ്കീർത്തനമായിരുന്നത് നേരത്തെ വായിച്ച സങ്കീർത്തനം? 27 വായിച്ച സങ്കീർത്തനം. സങ്കീർത്തനം 27:4 വായിച്ചേ. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. കേട്ടോ, ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണ്. അവിടെ ഈ കർത്താവിന്റെ ആ രാജാവായിട്ട് ദാവീദ് ഇരിക്കുമ്പോഴും ഈ അവിടെ അതിവിശുദ്ധ സ്ഥലത്തേക്കൊന്ന് കടന്നു ചെല്ലാനോ അവിടെയുള്ള ദൈവത്തിന്റെ ആ മഹിമ ഒന്ന് കാണാനോ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ദാവീദിന് സാധിച്ചിട്ടില്ല. രാജാവായിട്ട് പോലും സാധിക്കുന്നില്ല. കാരണം അവിടെ ദൈവം നിയോഗിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് അങ്ങടേക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണണം. ആ മനോഹരത്വം കാണാൻ വേണ്ടിയിട്ടാണ് തകർക്കപ്പെട്ട ശരീരത്തിൽ കൂടി നമ്മളെ പിതാവുമായി നിരപ്പിച്ച് സമാധാനത്തിലാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് മുഖേന എന്ത് ചെയ്യാം? ദൈവത്തോട് ചേർന്ന് നമുക്ക് നടന്ന് ദൈവത്തിൻ്റെ മഹത്വം ഓരോ ദിവസവും നമുക്ക് അധികമായി വെളിപ്പെട്ട് കിട്ടും. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, കർത്താവ് പറഞ്ഞില്ല, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും, അധികമായി വെളിപ്പെടുത്തി. ഇതൊക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. യഹോവയുടെ മനോഹരത്വം കാണുമ്പോൾ ഇനി അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് ദൈവം പകർന്നിരിക്കുകയാണ്. ദാവീദിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടോ? ഇല്ല. ഇന്ന് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. മഹത്വമായവൻ നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളെ ഒരു മഹത്വകരമായിട്ടുള്ള ഒരു തേജസ്സുള്ള ഒരു ആലയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവം മനസ്സിലാക്കാനും ജീവിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് അതിനൊത്തവണ്ണം ജീവിക്കുവാനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഈ യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ സമാധാനത്തിനായ ശിക്ഷ അവൻ്റെ മേലായി, നമ്മളെ ദൈവമായിട്ട് സമാധാനത്തിലാക്കി. ഈ സമാധാനത്തിലായതുകൊണ്ടാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ മഹത്വം അധികം ദർശിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത് സാധിക്കുന്നത് ജീവിതത്തിൻ്റെ. കാരണം ഓരോ സാഹചര്യം നടുവിൽ കയ്പും പകയും വെറുപ്പും വിദ്വേഷമൊക്കെ വന്ന് മനസ്സ് സാത്താൻ കുരുട്ടാക്കുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് നടക്കാനല്ല, മറിച്ച് അത് അപ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ ദൈവത്തിൻ്റെ മഹത്വത്തിലും തേജസ്സിലും വിശുദ്ധിയിലും തന്നെ ഓരോ ദിവസവും നയിക്കപ്പെടുവാനുള്ള വലിയൊരു പദവിയും അനുഗ്രഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കർത്താവ് നമുക്കിന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ പറയാണ്, ഇരമ്യാവിലേക്ക് വന്ന് നമ്മൾ യഹോവയായ ഞാൻ ദയയും ഭൂമിയിൽ ദയയും, അടുത്തത് ന്യായം. കണ്ടോ? ദയ മാത്രമല്ല, ന്യായമായി, അല്ലേ? ദൈവത്തിൽ പറയുന്നുണ്ടല്ലോ, ന്യായമായി വിധിക്കുന്നവെങ്കിൽ ഭരമേൽപ്പിക്കുക എത്ര ചെയ്തത്. അപ്പോൾ ദൈവം നീതിയോടുകൂടി ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല, അല്ലെ? ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കണം. അപ്പോൾ നീതിയോടുകൂടെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. അതാണ് കർത്താവ്. ന്യായം, ഭൂമിയിൽ ദയയും ന്യായവും. അപ്പോൾ ഇന്ന് ഈ ലോകത്ത് എന്തില്ല? ന്യായമില്ല. അതുകൊണ്ട് സദൃശവാക്യത്തിലൊരു വാക്യമുണ്ട്. എന്താണ്? സദൃശവാക്യം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയാണ്, കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്ത പടിയോ അവന് പ്രസാദം. അതാണ് ഈ ന്യായം എന്ന് പറയുന്നത്. കൃത്യതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക. ന്യായം കാണിക്കുന്ന സമയത്ത് മുഖപക്ഷം കാണിക്കരുതെന്ന് പറയുന്നുണ്ട്, ദൈവവചനം പറയുന്നുണ്ട്, അല്ലേ? മുഖപക്ഷം കാണിക്കരുത്. ഇപ്പോൾ ഒരു ദരിദ്രനും പണമുള്ളവനും വന്നു കഴിഞ്ഞാൽ നീതിയോടുകൂടെ ന്യായം വിധിക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നീതിയോടുകൂടെ ന്യായം വിധിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം നിൽക്കേണ്ടതാണ്. അപ്പോൾ കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. ഈ കള്ളത്തുലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തെയായി പറയുന്നത്. ഹൃദയത്തിൽ വ്യാജവും കള്ളത്തരവും നുണയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കള്ളത്തുലാസാണ്.
എന്നാൽ ഒത്ത പടിയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ കാര്യങ്ങളെ കണ്ട് മനസ്സിനെ പുതുക്കി കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പൊ അങ്ങനെ മനസ്സ് പുതുക്കുന്ന ഒരു വ്യക്തി അത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഭാര്യ-ഭർത്തൃ ബന്ധത്തിലും സഹോദര ബന്ധത്തിലും കൂട്ടുകാരുടെ ബന്ധത്തിലും ബിസിനസ്സിലും എല്ലാം എന്തായിരിക്കും? ഒത്തപടിയായിരിക്കും. മനസ്സിലായോ കേട്ടോ? അപ്പോൾ മനസ്സ് പുതുക്കി ആത്മാവിനാൽ നയിക്കപ്പെട്ട, എന്നാൽ മനസ്സിൽ വ്യാജത്തിലും കള്ളത്തരത്തിലും ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദമല്ല. എന്നാൽ ഇവിടെ കണ്ടോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഇന്ന് കർത്താവിൻ്റെ പത്രങ്ങളാക്കിയിട്ട് അല്ലേ, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ക്രിസ്തുവിൻ്റെ സൗരഭ്യം വെളിപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ നിർത്തിയിരിക്കുന്നത് നമ്മളിൽ കൂടി ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. ഒരുപക്ഷെ ശരിയായിരിക്കാം, ലോകം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ വിശ്വസ്തന്മാരില്ല. വചനം പറയുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നു. ആ കുറഞ്ഞു പോകുന്ന കാലയളവിൽ ഒരു വിശ്വസ്തയോടുകൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജലപ്രളയം വന്നപ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാവരും ലോകത്തിന്റെ പാപമോഹങ്ങളിൽ നടന്നപ്പോൾ ദൈവജനം പറയാണ് ഒരു വ്യക്തിക്ക് കൃപ ലഭിച്ചു, നോഹയ്ക്കും കുടുംബത്തിനും കൃപ ലഭിച്ചു. ആ കൃപ വ്യർത്ഥമാക്കി കളയാതെ നോഹ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. ആ പെട്ടകത്തിൽ കൂടി ദൈവത്തിന്റെ ന്യായവിധിയിൽ അകപ്പെടാതെ രക്ഷിക്കപ്പെട്ടു. ഇന്ന് ഇതുപോലെ പല നോഹമാരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വിശ്വസ്തരെന്ന് പറയുന്നത്. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ പെട്ടകം പണിയുന്ന നോഹമാരായിട്ട് നമ്മൾ ഓരോരുത്തരും തീരണം ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി. അപ്പോൾ ഇവിടെ പറയാണ് യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും, അടുത്ത് നീതിയും. ഉണ്ടോ? നീതി. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. നമ്മൾ ദൈവവചനത്തെ നോക്കി കഴിഞ്ഞാൽ ദൈവത്തിന്റെ നീതിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരെ. പക്ഷേ റോമാലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയണ ഇന്ന് നമ്മൾക്ക് ഈ കർത്താവിന്റെ നീതി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവ നീതിയുടെ അങ്കി ധരിച്ചും കൊണ്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. വിശ്വാസം നീതീകരിക്കപ്പെട്ട അതിശ്രേഷ്ഠ പദവിയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ശരിയായിരിക്കാം, മറ്റുള്ളവർ ചിലപ്പോൾ നടക്കുന്നില്ലായിരിക്കാം, ചുറ്റിലും നോക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നവരെ കാണുന്നില്ലായിരിക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തി തന്ന വചനത്തെ അനുസരിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും മാറിയാൽ അതിൻ്റെ നഷ്ടം ആ വ്യക്തിക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവനീതിക്കൊത്തവണ്ണം എന്ത് ചെയ്യുക, നയിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ അവിടെ പറയാണ് ഞാൻ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. കണ്ടോ, നമ്മൾ ഈ ദൈവവചനത്തിൽ നമ്മൾ ലൂക്കോസ് സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വചനം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച്, ഇതിനാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത് അല്ലേ. വഴിയരികിൽ വീണു, അതെന്ത് ചെയ്തു, അത് പറവകൾ കുത്തി കൊണ്ടുപോയി പാറപ്പുറത്ത് വീണു, അത് മുളച്ചു. കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര സ്തോത്രവും ഹല്ലേലൂയും പ്രൈസലോടൊക്കെ ഉണ്ടായി. പക്ഷേ അത് മുളച്ചു വന്നു. പക്ഷെ അത് വെയിലടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലവിധം വചനം അനുസരിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നപ്പോൾ വചനത്തെ മുറുകെ പിടിക്കാതെ, അതിൻ്റെ കാരണം വചനത്തെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ ആഴത്തിലേക്ക് വേരൂന്നാൻ പറ്റാതെ സൂര്യൻ്റെ വെയിലടിച്ചപ്പോൾ അത് വാടിപ്പോയി. അപ്പോൾ സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അടുത്ത് മുള്ളിനടയിൽ വീണതാണ്. മുള്ളിനടയിൽ വീണ വിത്തിനെ കുറിച്ച് പറയുന്നത് ധനത്തിന്റെ വഞ്ചന, ഈ ലോകത്തിന്റെ മോഹം, ഇതൊക്കെ ആകർഷിച്ചു വശീകരിച്ചു. അപ്പോൾ ഇത് എന്ത് ചെയ്തു, ഇതിനെ ഞെരുക്കി, വചനത്തെ ഞെരുക്കി. ഈ ലോകത്തിന്റെ മോഹവും ധനത്തിന്റെ വഞ്ചനയും ഒക്കെ വചനത്തെ ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം എന്ത് ചെയ്യണം, അതിനെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് വചനത്തെ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ ആ അവസ്ഥകൾ മാറുമായിരുന്നു അല്ലെ. എന്താ പറയുന്നുണ്ടല്ലോ, കളയും കൂടെ വളരട്ടെ. ഇങ്ങനെയുള്ള കളകൾ വളരുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വചനത്തിന്റെ കേൾവി അതിനെ പറിച്ചു കളയാം. പറ്റത്തില്ലേ? പറിച്ചു കളയുന്നതിനാണല്ലോ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയണേ. ഈ പറിച്ചു കളയുന്നതിനാണ് വിശുദ്ധീകരിക്കട്ടെ, നല്ലത് അതും കൂടി വളരട്ടെ എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ നീതി പ്രവൃത്തി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ എന്ന് പറഞ്ഞാൽ കളയും കൂടെ വളർന്നോട്ടെ, കുഴപ്പമില്ല എന്ന് പറയുന്ന അനുഭവമാണ്. മനസ്സിലായോ? കളയും കൂടെ വളർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കാര്യം എന്താണ്, പോക്കാണ്. മനസ്സിലായോ? എന്നാൽ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് അല്ലെ,
ആ ഒരു അനുഭവം, ആ കളകൾ എന്താണ് കർത്താവെ, ഈ വചനത്തിന്റെ 100 മേനി ഫലം പ്രവൃത്തിയെ തടസ്സം നിൽക്കുന്ന കളകൾ എന്താണ് എൻ്റെ ഉള്ളിലുള്ളത്, അതിനെ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. ഇന്ന് പലരും ലംഘനങ്ങളെ മനസ്സിലാക്കിയാലും എന്ത് ചെയ്തില്ല, ഏറ്റുപറയത്തില്ല, ക്ഷമ പറയത്തില്ല, തമ്മിൽ പറഞ്ഞ് അതിന് ക്ലിയർ ചെയ്യത്തില്ല. അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് സ്വയനീതിയിൽ നയിക്കപ്പെടുമ്പോൾ ആ കള എന്ത് ചെയ്യും, അത് വളരും, അധികം കയ്പിലേക്ക് പോകും, പക വെറുപ്പിലേക്കൊക്കെ പോകും, പക വഴക്കുകൾക്ക് കാരണമാകും. സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. സ്നേഹം, ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ കയറി വരേണ്ടത്. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം മറക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രവൃത്തിഭാഗത്തിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഇതെന്ത് ചെയ്യുന്നില്ല, കാണാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്. എന്നെ ഗ്രഹിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യത്തിന് നടുവിൽ ഈ വചനത്തെ മുറുകെ പിടിക്കും. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ഈ ഒരു കാര്യത്തെ ഓർത്തും കൊണ്ട് എന്ത് ചെയ്യും, അവിടെ പെട്ടെന്ന് അതിനെ കയറി ജയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് നമ്മുടെ എല്ലാ കുറവുകളും പാപങ്ങളും ഒക്കെ ക്ഷമിച്ചെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം, ക്ഷമിക്കണം, കുറവ് ക്ഷമിക്കണം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലാണ് ഒരു വ്യക്തി ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നത്, വളർന്ന് വരുന്നത്. അതിനാണ് ഇവിടെ പറയുന്നത്, യഹോവയായ ഞാൻ ദയ, ന്യായം, നീതി പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസ. അപ്പൊ കർത്താവിന് അറിയണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടക്കണം. കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് ഒഴിച്ചു തരും. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ പകരുന്നത്, അവൻ വചനത്തിൻ്റെ വാതിലുകളെയും നമുക്ക് തുറന്നു തരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് അധികമായിട്ട് ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. തിമോത്തിയോസിന് എഴുതിയ 1 തിമോത്തി 4:3 അവിടെ പറയാണ്, അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ബോധ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ പറയണ, അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും, ഒരു കൂട്ടരെ കുറിച്ച് പറയാണ്, വിവാഹം വിലക്കും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ. ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്, എന്നെ ഗ്രഹിച്ചറിയുക. അതിനാണ് സത്യത്തെ ഗ്രഹിച്ചറിയുക എന്ന് പറഞ്ഞത്. എന്നെ ഗ്രഹിച്ചറിയുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്നെ ഗ്രഹിച്ചറിയുന്ന പറഞ്ഞ അർത്ഥം സത്യത്തെ ഗ്രഹിച്ചറിയുക. സത്യം എന്തുവാ? കർത്താവിന്റെ അല്ലേ, ഞാൻ സത്യമാണ്. യേശു കർത്താവ് പറഞ്ഞില്ല, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയാണ്, 17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം, നിന്റെ വചനം സത്യമാണ്. അപ്പോൾ ഇവിടെ പറയാ, സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ. അപ്പോൾ സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികളുണ്ട്. പക്ഷെ തുടർമാനമായിട്ട് സത്യത്തിൽ നടന്നില്ല എങ്കിൽ ഈ കള്ളപ്രവാചകന്മാരും കള്ള അപ്പസ്തോലന്മാരും കള്ള ഇടയന്മാരൊക്കെ വന്നിട്ട് തെറ്റായ പഠിപ്പിക്കലുകൾ കൊണ്ട് വശീകരിച്ച് തെറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഒന്ന്, അവർ സ്വന്തം മനസാക്ഷി ചൂടുവെച്ചവരായി വിവാഹം വിലക്കും. ദൈവവചനത്തിന്റെ നഗ്നമായ ലംഘനമാണ് വിവാഹം വിലക്കാന്ന് പറയുന്നത്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് 13 എബ്രായ ലേഖനം 13-ന്റെ പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണയെ കൊടുക്കും, അല്ലെ? അപ്പോ ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നത്. അപ്പൊ ഇതിന് വിപരീതമായിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ വിവാഹം വിലക്കുകയാണ്. എന്നാൽ ദൈവവചനത്തിൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒരാൾ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ അനുവാദമുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ഇത് വിവാഹം വിലക്കുകയാണ്, പാടില്ല എന്ന് പറയണത് തെറ്റാണ്. അപ്പൊ ഇവിടെ പറയാണ്, സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ബോധ്യങ്ങൾ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ സത്യത്തെ ഗ്രഹിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള ഒരു കാര്യത്തെ കേട്ടാൽ എന്ത് ചെയ്യും, അവന് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവജനം പറഞ്ഞ പ്രാർത്ഥനയാലും സ്തോത്രത്താലും എല്ലാം എന്ത് ചെയ്യുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവജനം പറയുന്നില്ലേ? അപ്പോ ഇവിടെ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയണം, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. കേട്ടോ, സ്തോത്രത്തോടെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാലും സ്തോത്രത്താലും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ തെറ്റിലേക്ക് ഒരു വ്യക്തി പോകുന്നത്? ഈ സത്യത്തെ ഗ്രഹിച്ച് തുടർമാനമായി മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന തെറ്റിൽ വശീകരിക്കപ്പെട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. 1 യോഹന്നാൻ 2:29 വായിക്കുമ്പോൾ, ഞാൻ ഈ ഗ്രഹിക്കുക എന്നുള്ളതിനെ ആസ്പദമാക്കി 1-2 വാക്യങ്ങൾ പറയുന്നതാണ് പുതിയ നിയമത്തിൽ നിന്നും.
1 യോഹന്നാൻ 2:29. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവരൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുക. ഗ്രഹിക്കുക. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്നും ഗ്രഹിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അങ്ങനെയല്ലേ പറയാൻ? കേട്ടോ, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. യേശു കർത്താവ് നീതിമാനാണ് അല്ലേ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, കർത്താവ് മാത്രമാണ് നീതിയുള്ളവൻ. ആ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ വിശ്വാസത്താൽ ദൈവം നമ്മൾ എന്ത് ചെയ്തു? നീതീകരിച്ചു. ഇവിടെ പറയാണ്, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്നും ജനിച്ചിരിക്കും. അപ്പൊ അവനിൽ നിന്നും ജനിച്ച ഒരു വ്യക്തി എങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ? എങ്ങനെ ജീവിക്കേണ്ടത്? നീതിക്കൊത്തവണ്ണോ. കണ്ടോ, അവിടെ എഴുതിക്കണോ? എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്നും ജനിച്ചിരിക്കുന്നു. ഇന്ന് നമ്മളാണ് ദൈവനീതിക്കൊത്തവണ്ണം അവിടെ ജീവിക്കേണ്ടത്. നീതി ദൈവനീതിക്കൊത്തവണ്ണം. മനസ്സിലായോ? അവിടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞില്ലേ, യഹോവയായ ഞാൻ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? ന്യായം. വായിച്ചില്ലേ നമ്മള്? ദയ, ന്യായം, നീതി പ്രവർത്തിക്കുന്നു അല്ലെ? അപ്പോൾ ഇന്ന് നമ്മളിൽ കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്നും ജനിച്ചിരിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടും ജനനം യഥാർത്ഥത്തിലുണ്ടായ ഒരു വ്യക്തി ദൈവനീതിയുടെ ബോധ്യത്തിനൊത്തവണ്ണം എന്ത് ചെയ്യും? ജീവിക്കും. ഇതേ പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? 1 തെസ്സലോനിക്കർ 4:1. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ത്? മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു ജീവിതം നമ്മൾ നടക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. കേട്ടോ, ഗ്രഹിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ട് മനസ്സിലാക്കി അല്ലെ? അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ചേർന്ന് നടന്നപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം കണ്ടു മനസ്സിലായി. അതല്ല, ഏത് വൃക്ഷത്തെയും വരം കൊണ്ടല്ല ഫലം കൊണ്ടാണ് അറിയുന്നത്. അപ്പൊ ഇവിടെ പറയാണ് കേട്ടോ, എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടെ നടന്ന് മനസ്സിലാക്കിയതുപോലെ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മളോട് കൂടെ നടക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ വീട്ടുകാർ, ബന്ധുക്കാർ, ഇവരൊക്കെ, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികൾ, ഇവരൊക്കെ നമ്മളിലുള്ള യേശുവിനെ എന്ത് ചെയ്യണം? കാണണം. മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നുണ്ടോ, എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്ന പോലെ തന്നെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. പിടികിടുന്നുണ്ടോ? യേശു കർത്താവ് അതാ കാണിച്ചു തന്നത്. സകലത്തിൽ എന്ത് ചെയ്തു? അവരുടെ കാൽച്ചുവടുകളെ പിന്തുടരാൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന് അനുകാരി ആയിരിക്കുന്നവരെ നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം. ഇന്ന് ഏറി പങ്ക് ആളുകൾ പറയുന്നത് എന്നെ നോക്കണ്ടെന്ന് പറയുന്നത്. അതല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു ജീവിതം, ഒരു ശുശ്രൂഷക മറ്റുള്ളവർക്ക് മാതൃകയാകണം. അതാണ് ദൈവവചനം പറയുന്നത്. അതാ പറയുന്നത്, നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ നടക്കേണ്ടത് പോലെയാണ് അവർ നടന്നതെന്ന്. എന്നിട്ട് പറയാം, നിങ്ങൾ നടക്കുന്നത് പോലെ. അപ്പോൾ ഗ്രഹിച്ച വ്യക്തികൾ എന്ത് ചെയ്തു? നടന്നു. ഗ്രഹിച്ച വ്യക്തി എന്ത് ചെയ്തു? നടന്നു. അതുകൊണ്ട് നിങ്ങൾ നടന്നതുപോലെ ഇനി എന്ത് ചെയ്യണം? ഇനിയും അധികം വർദ്ധിച്ചു വരണം. അപ്പൊ നടന്നുകൊണ്ട് മാത്രം പോരാ, അവസാനത്തോളം നടക്കണം. വേണ്ടേ? ഒരു ദിവസം 2 ദിവസമാണ് നടക്കേണ്ടതല്ല, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും. അപ്പൊ ഇത് ഈ നടപ്പ് തുർമാനമായിട്ട് നടക്കണം. അപ്പൊ ഇതിൽ വർദ്ധിച്ചു വരും. മനസ്സിലായില്ലേ? വർദ്ധിച്ചു വരാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഒരു ക്യാരക്ടർ, യേശുവിന്റെ ഇമേജ്, ക്യാരക്ടർ, നിറവൊക്കെ നമ്മളിൽ വരും. നമ്മളെ ക്രിസ്തു എന്ന തലയോളം വളരുന്ന, തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുന്ന, ക്രിസ്തുവിന്റെ എല്ലാ നിറവിലേക്ക് നിറഞ്ഞു വരുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? തുർമാനമായി നടക്കുമ്പോൾ. അത് നടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാതൃകയുള്ളവരായിരിക്കണം. നമ്മളും നടപ്പിൽ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. ഇങ്ങനെ വർദ്ധിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം ഹൃദയത്തിൽ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. സംഗ്രഹിച്ച വചനം അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മളെ കാണുന്നവരും എന്ത് ചെയ്യും? അവർക്കും അത് മനസ്സിലാകാനും കാര്യങ്ങളെ വിവേചിക്കാനും തിരുത്താനും ഒക്കെ പറ്റും. ഇങ്ങനെയാണ് ക്രിസ്ത്യ ജീവിതം. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയാണ്, മനസ്സിലായോ?
അടുത്ത ഫിലിപ്പിയ ലേഖനം 4:9 ഒന്ന് വായിച്ചാലേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇവിടെ പിന്നെയും പറയാം കണ്ടോ, 4:9 പറയാം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും. കണ്ടോ, അപ്പൊ പഠിച്ചു വെറുതെ പഠിക്കല്ല, ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു സംഭവമല്ല അത്. ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആത്മാവിലാണ് കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടത്. പഠിച്ചു ഗ്രഹിച്ചു, പഠിച്ചു കഴിഞ്ഞപ്പോൾ അതെന്തായി, അത് ജീവനായി. ഗ്രഹിച്ചു. അടുത്തത് കേട്ടു കണ്ടു. കേട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മുടെ വാക്കുകൾ. നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയാ, നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പുര രുചിവരുത്തിയതും കൃപയോട് കൂടിയതായിരിക്കണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ലതല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. എന്താ പുറപ്പെട്ടെന്ന കുഴപ്പം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ല നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഈ ഒരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. മാത്രമല്ല, നമ്മൾ പറയുന്ന ഓരോരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കുക. ഇതൊന്നും ആളുകൾക്കൊന്നും വലിയ ബോധ്യമില്ലാത്ത കാര്യമാണ്. ബോധിപ്പിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ എന്ത് ചെയ്യണം, കണക്ക് ബോധിപ്പിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ കേൾപ്പാൻ വേഗതയും സംസാരിപ്പാൻ സാവധാനം ഉണ്ടാവും. മനസ്സിലായോ? ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണമെന്നുള്ളൊരു ബോധ്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ, മനസ്സിലായോ? അപ്പോൾ അത് എന്ത് ചെയ്യും, അത് ആ വ്യക്തിയെ ഒരു കൃത്യമായിട്ടുള്ളൊരു നടത്തത്തിലേക്ക്. കണ്ടോ, ഇവിടെ എന്നോട് പഠിച്ചു ഗ്രഹിച്ചു കേട്ടു കണ്ടു. അപ്പോൾ കാണുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, കാണത്തക്ക രീതിയിൽ നമ്മുടെ പുറമേയുള്ള നമ്മുടെ ജീവിതവും അല്ലെ, കാണുക കേൾക്കുക എന്ന് പറഞ്ഞ രണ്ടും. നമ്മൾ കാണുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം, യേശുവിനെ കാണും. നിങ്ങൾ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലേ? നിങ്ങൾ കാണുന്നവർ യേശുവിനെ കാണുക. പറയാണ് കണ്ടും കേട്ടുമുള്ളത് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. എന്നിട്ട് പറയാം, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. അല്ലെങ്കിലോ, ഈ പറയുന്ന ഒരു അനുഭവത്തിൽ നടക്കുന്നില്ലെങ്കിലോ, സമാധാനത്തിന്റെ ദൈവം കൂടെ ഉണ്ടാവത്തില്ല. കർത്താവ് കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു, ലോകാവസാനത്തോളം കൂടെ. പക്ഷെ നമ്മൾ ചേർന്ന് നടക്കുന്നില്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം പോകും. അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയോട് പറഞ്ഞത്, ഞാൻ ഹൃദയത്തിന്റെ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്ന, എന്റെ ശബ്ദം കേട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ എന്ന് പറഞ്ഞപ്പോൾ സഭയില് കർത്താവ് ഇപ്പൊ എവിടാ? കർത്താവ് പുറത്തുപോയി, ദൈവസാന്നിധ്യം വിട്ടുപോയി. മനസ്സിലായോ? അപ്പോ കണ്ടും കേട്ടും ഗ്രഹിച്ചും ഒക്കെ ഉള്ളത് എന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ പത്രമായിട്ട് തീരണം. ഈ നാളുകളിൽ അതാണ് വർദ്ധിച്ചു വരേണ്ടത്. കർത്താവിന്റെ വരവേറ്റ് അടുത്തിരിക്കുന്ന ഒരു കാലയളവിൽ തന്റെ പുത്രന്റെ തന്റെ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാനാണ് വരുന്നത്. അല്ലാണ്ട് പെന്തികുസ്തക്കാരെയോ അല്ലെങ്കിൽ കൈയടിച്ച് പാട്ട് പാടുന്നവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറമേയുള്ള കുറേ പരിപാടികൾ ചെയ്യുന്നവരൊന്നുമല്ല. കാരണം ദൈവം പുറമേ ഉള്ളത് നോക്കുന്നില്ല. അവൻ ഹൃദയത്തെയും അന്തരിന്ദ്രിയത്തെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, ദൂരെന്ന് ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്നൊരു കർത്താവ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാൻ ഇടവരരുത്. ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറണം. ദൈവവചനത്തിന്റെ കൃത്യമായ അനുസരണത്തിൽ കൂടി മുന്നോട്ട് പോകുന്നവരായിരിക്കണം. ആ ഒരു അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ പറയുന്നൊരു അളവിലേക്ക് കയറി വരാനായിട്ട് വരും. എഫേസ് ലേഖനത്തിന്റെ ഒരു വാക്ക് വായിച്ച് നമുക്ക് നിർത്താം. എഫേസ് ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. എഫേസ് ലേഖനം, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് വീഞ്ഞു കുടിച്ച്. കണ്ടോ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കണം. ഈ ഗ്രഹിക്കണം എന്ന് പറഞ്ഞൊരു വാക്ക് അതിന് പ്രാധാന്യമുണ്ട്. കർത്താവിന്റെ ഇഷ്ടം ഇന്നാണെന്ന് ഞാൻ വിചാരിച്ചു, എനിക്കങ്ങനെ തോന്നി എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മുടെ തോന്നലുകൾ കൊണ്ടൊന്നും അവിടെ കാര്യമില്ല, അല്ലെ? ഒന്ന് കിട്ടിയവൻ എന്താ പറഞ്ഞത്, നീ വിതയ്ക്കാത്തിടത്ത് കൊയ്യുകയും വിതറാത്തിടത്ത് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ നിരൂപിച്ചു. അത് അവന്റെ നിരൂപണമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പറയാണ്, ഒന്നൊരു വായിച്ച വാക്യം 5:17. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു. കർത്താവിന്റെ ഇഷ്ടം എന്തുവാ? കർത്താവിന്റെ ഇഷ്ടം എന്തുവാ? എന്താ ഇഷ്ടം? കർത്താവിന്റെ ഇഷ്ടം 1 തെസ്സലോനിക്കർ 4:3 വായിച്ചാൽ മതി. കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അപ്പോൾ ഇവിടെ പറയാണ്, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ച്. അത് ഗ്രഹിക്കണം. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കണമെങ്കിൽ നമ്മളെ ബുദ്ധി എന്ത് ചെയ്യണം? ബുദ്ധിയെ കർത്താവ് തുറക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം. നമ്മുടെ ഇഷ്ടങ്ങളും കർത്താവിന്റെ ഇഷ്ടങ്ങളും ചേർന്ന് പോകത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയാണ്, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അപ്പോൾ കർത്താവിന്റെ ഇഷ്ടം ഇന്നതാണെന്ന് നമ്മൾ
ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനെ വ്യക്തമായിട്ട് പറയും ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഒരു വാക്യം കൂടെ, 1 കൊരിന്ത്യർ ലേഖനം 2:11. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. മനുഷ്യനിലുള്ളത് അവരിലെ മാനുഷാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. കണ്ടോ, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും എന്ന് പറയാൻ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പല ജഡസ്വഭാവങ്ങൾ, മറഞ്ഞിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ, ഇതൊന്നും ആർക്കും അറിയത്തില്ലടോ. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? പുറത്തുള്ള ആർക്കും അറിയത്തില്ല. ഉള്ളിലിരിക്കുന്ന കള്ളത്തരങ്ങൾ, വ്യാജം, നുണ, കളവ്, ചതി, വഞ്ചന, എല്ലാവിധമായ സംഭവങ്ങളും ഇവിടെ ഉണ്ടോ. മനുഷ്യാത്മാവ്, ഈ മനുഷ്യാത്മാവിൻ്റെ പ്രശ്നം എന്തുവാ? അത് പാപത്താൽ വീണുപോയ സംഭവമാണ്. എന്നിട്ട് പറയാ അത് മനുഷ്യരിൽ ആരറിയും എന്ന് വെച്ചാൽ പുറത്തുള്ളൊരു വ്യക്തിക്ക് ഇത് അറിയത്തില്ല. അത് ആ വ്യക്തിക്ക് അറിയാം. എങ്ങനെ അറിയാം? എല്ലായ്പ്പോഴും അറിയത്തില്ല. ഒരു സാഹചര്യത്തിന് നടുവിൽ അറിയാം ഇന്ന സംഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ആ വ്യക്തിക്കറിയാം. അറിയുമ്പോൾ അതിനെ താലോലിച്ച് കൊണ്ടുവല്ല വേണ്ടത്, അതിനെന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നീക്കിക്കളയണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ടൊക്കെയാണ് യോസഫ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനൊക്കെയായി മാറിയത്. മനസ്സിലായോ? ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. യോസഫിൻ്റെ പാപത്തിൻ്റെ ഒരു സാഹചര്യം ഒരുക്കിയപ്പോൾ, പാപം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയപ്പോൾ യോസഫ് ആ സാഹചര്യത്തെ നിന്ന് എന്ത് ചെയ്തു? ഓടി മാറി. ആരും കാണുന്നില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ദൈവം എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ഉത്തമ ബോധ്യം അവനുണ്ടായതുകൊണ്ടാണ് ആ പാപ സാഹചര്യത്തിൽ നിന്ന് എന്ത് ചെയ്ത് അവൻ വിട്ട് ഓടിയത്. അതാണ് ഇവിടെ പറയുന്നത്, മനുഷ്യരിൽ ആരറിയും? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കണ്ടോ? പക്ഷേ ഒരു വ്യക്തി, ജ്ഞാനമുള്ള, വിവേകമുള്ള, സുബോധമുള്ള ഒരു വ്യക്തി എന്തറിയും? എൻ്റെ ഈ മനുഷ്യാത്മാവിനെ സൃഷ്ടിച്ച ദൈവം ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി വെളിച്ചത്തിലേക്ക് വരും. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാ അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ദൈവത്തിലുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വീണ്ടും ജനനം പ്രാപിക്കുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ചേർന്നും കൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവം നമുക്ക് എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്നും അത് നിലനിൽക്കുന്നതാണെന്നും നശിച്ചു പോകാത്തതാണെന്നും ദൈവ തേജസ്സാണെന്നും അങ്ങനെ ആ ദൈവ തേജസ് പ്രാപിക്കത്തക്ക രീതിയിൽ ഇന്ന് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നാം ഓരോ ദിവസവും ജീവിക്കണമെന്നും മനസ്സ് പുതുക്കണമെന്നും അങ്ങനെ മനസ്സ് പുതുക്കി ദൈവവചന അനുസരണത്തിൽ കൂടി ജീവിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പുണ്ട്. അതിനെയാണ് മണവാട്ടി സഭ എന്ന് പറയുന്നത്. ആ സഭയെ ചേർപ്പാൻ കർത്താവ് മധ്യാകാശത്തിൽ വേഗത്തിൽ വെളിപ്പെടുമെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി. അതാണ് ദൈവാത്മാവിലുള്ളത് ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചില്ല. അപ്പോൾ ദൈവത്തിലുള്ളത് എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തിലുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുമ്പോൾ മനസ്സ് പുതുക്കുമ്പോഴാണ് എന്ത് പോവുക? മനുഷ്യനിലുള്ളത് പോകുന്നത്. മനസ്സിലായോ? മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവാത്മാവ് വിട്ടുപോകും. ഇങ്ങനെയാണ് ദൈവാത്മാവ് വിട്ടുപോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഏത് സഭയോടെ പറഞ്ഞത്? ഞാൻ ഹൃദയത്തിൻ്റെ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നതെന്ന്, ലവോദിക്ക സഭ. അപ്പോൾ എന്തുകൊണ്ട്? അതിൻ്റെ കാരണം മനസ്സ് പുതുക്കിയില്ല. ലോകമോഹങ്ങളിലേക്കും പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലേക്കും അകൃത്യങ്ങളിലേക്കും തിരിഞ്ഞത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? വിട്ടുപോയി. എന്നാൽ ദൈവത്തിലുള്ളത് എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വ്യക്തി അവൻ്റെ മനസ്സ് പുതുക്കണം. കേട്ടോ? അങ്ങനെ മനസ്സ് പുതുക്കുമ്പോഴാണ് അവരുടെ ആത്മാവും അവരുടെ പ്രാണനും അവരുടെ ദേഹവും കർത്താവിൻ്റെ വരവിങ്കൽ അനിന്യമായി വെളിപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നമ്മൾ ആയിത്തീരണം. അതുകൊണ്ട് ഇവിടെ പറയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രാർത്ഥിക്കാം. സർവ്വപിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുമ്പോൾ
ദൈവം ഞങ്ങളുടെ മനസ്സിനൊത്തോണമല്ല, മനസ്സിനെ പുതുക്കി ആത്മാവിനെ നയിക്കപ്പെടുവാനും കർത്താവെ അങ്ങേ കുറിച്ചറിയുന്ന അനുഭവത്തിലല്ല, അങ്ങേ കർത്താവെ അറിയുന്നൊരനുഭവത്തിൽ അങ്ങയുടെ ആത്മാവിനാൽ ചേർന്ന് നയിക്കപ്പെട്ടുകൊണ്ട് ഏകാത്മാവിൽ ആത്മാവിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിൽ ജീവിപ്പാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ, അകൃത്യങ്ങൾ നീക്കിക്കളയുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ ഞാനുള്ള ഹൃദയം ഞങ്ങൾക്ക് എല്ലാവർക്കും ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളുടെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിനെന്നുള്ള അങ്ങയുടെ വചനത്താൽ പൂർണ്ണമായും കർത്താവ് ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അകൃത്യങ്ങളും ലംഘനങ്ങളും പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അങ്ങയുടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവനീതിക്കത്തോണം ഓരോ ദിവസവും ജീവിച്ച് പ്രത്യാശയുടെ സമൃദ്ധിയുള്ള വ്യക്തിത്വങ്ങളായി എല്ലാവരെയും അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്താലും സ്വസ്ഥതയാലും സന്തോഷത്താലും എല്ലാ നന്മകളാലും എല്ലാവരെയും അങ്ങ് നിറയ്ക്കണമേ. വചനത്തോട് വലിയ ദാഹത്താൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ നീ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ.